ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമാണ് ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസംബറിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ക്ലാറ്റിൽ ജനറൽ അവെയർനെസ് അല്ലെങ്കിൽ GK എന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ ആർ ആസ്കിങ്. അപ്പോൾ അവരൊരു പാസേജ് നമുക്ക് തരുന്നതായിരിക്കും. നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഈ വീഡിയോയിൽ ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരിക്കും. പ്ലസ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതേ ടോപ്പിക്കിൻ്റെ വേറെ ലൈക്ക് സ്റ്റാറ്റിക് GK ഓർ അതർ കറണ്ട് അഫയേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോർമൽ ക്ലാറ്റ് എക്സാമിൽ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ദർ വിൽ ബി എ പാസേജ്. ഫ്രം ദാറ്റ് പാസേജ് one or two questions will be asked. ആ 2 അത് കഴിഞ്ഞ് ബാക്കി 2-3 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ആ ടോപ്പിക് റിലേറ്റഡ് സ്റ്റാറ്റിക് GKയോ കറണ്ട് അഫയേഴ്സോ ആയിട്ടോ ചോദിക്കാം. ഇതാണ് നോർമൽ ഇപ്പോൾ ക്ലാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ? അപ്പോൾ CCയിൽ നോക്കി ലോങ് ടൈം ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഡു ജോയിൻ. എനി ഡൗട്ട്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു പാസേജ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ പാസേജ്. അപ്പോൾ നമ്മുടെ പാസേജ് ആണ് ബ്രിക്സ് സമ്മിറ്റിനെ പറ്റി ഒരു പാസേജ്, സംതിങ് കോൾഡ് ബ്രിക്സ് സമ്മിറ്റ്. അപ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, വേറെയും കുറച്ച് കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു എക്സാമിൽ ചോദിച്ചൊരു പാസേജ്. അപ്പോൾ എപ്പോഴും നോക്കണേ, ടോപ്പിക്കിൻ്റെ പേരെന്താണ്? ബ്രിക്സ് ആണ്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പാസേജിൽ നിന്നായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആദ്യം ഭംഗിയായിട്ട് ടേക്ക് 5 minutes, റീഡ് ദ പാസേജ് പ്രോപ്പർലി. നമുക്ക് നോക്കാം. ബ്രിക്സ് സമ്മിറ്റ്, ദറ്റ് ഈസ് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡിംഗ് GA. അതിൻ്റെ ഒരു ഫസ്റ്റ് പാസേജ് ആണ് ബ്രിക്സ് പാസേജ്. ചൈനീസ് പ്രസിഡന്റ് Xi Jinping ആൻഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി യൂസ്ഡ് ബ്രിക്സ് സമ്മിറ്റ് ഇൻ റഷ്യ. അപ്പോൾ 2024 സമ്മിറ്റ് ആവാനാണ് ചാൻസ് ഉള്ളത് അല്ലേ, ഇൻ റഷ്യ റീസെൻ്റ്ലി, ടു ഷോക്കേസ് ആംബിഷൻസ് ഫോർ എ മോർ ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. അപ്പോൾ 2024 ബ്രിക്സ് ആണോ 2025 ബ്രിക്സ് ആണോ എന്നൊക്കെ ചിലപ്പോൾ നോക്കേണ്ടി വരും. ബിക്കോസ് 2026 ബ്രിക്സ് എവിടെയാണ് നടക്കാൻ പോകുന്നത് വെച്ചാൽ അത് എവിടെയാണ് നടക്കാൻ പോകുന്നത്, അത് ഇന്ത്യയിലാണ്. അപ്പോൾ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ബ്രിക്സ് ദിസ് ടൈം ഓൾസോ. അപ്പോൾ പാസേജ് നോക്കി. Chinese President Xi Jinping and Indian Prime Minister Narendra Modi used BRICS summit in Russia to showcase ambitions for more harmonious relationship between world's 2 most populous countries after years of animosity. അപ്പോൾ അർത്ഥം എന്താ, കുറച്ചു കാലമായിട്ട് ഇന്ത്യ ആൻഡ് ചൈന റിലേഷൻഷിപ്പ് ഇച്ചിരി മോശമായിരുന്നു. അപ്പോൾ റഷ്യയിൽ ഒരു ബ്രിക്സ് സമ്മിറ്റ് നടന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്തു, കുറേ കൂടെ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് നന്നാക്കണം എന്ന് വിചാരിച്ച് ഒരു ഡീൽ സൈൻ ചെയ്ത് കാണും, അല്ലെങ്കിൽ സംസാരിച്ച് കാണും. അതാണ് സ്റ്റാർട്ടിങ്. ദ മീറ്റിംഗ് ബിറ്റ്വീൻ Xi ആൻഡ് മോദി ഹു ഹാവ് നോട്ട് ഹെൽഡ് ഫോർമൽ ടോക്സ് ഫോർ 5 years. അപ്പോൾ ആ കോവിഡ് സമയത്ത് ഒരു ഡൊക്ലാം ഇഷ്യൂ, അത് കാരണം നമുക്കൊരു നോർമൽ ചാനൽ ഓപ്പൺ ആയിരുന്നോ? അല്ലായിരുന്നു. അപ്പോൾ ആഫ്റ്റർ 5 years ഒരു മീറ്റിംഗ് ആണ് ഫേസ് ടു ഫേസ് നടത്തിയത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ മീറ്റിംഗ് ബിറ്റ്വീൻ Xi ആൻഡ് മോദി who have not held formal talks for how many years? 5 years was once highlight of the summit. But after 5 years they are meeting together. BRICS also gave an opportunity to Russian President Vladimir Putin for showcasing the West had failed to isolate Russia over Ukraine war. കണ്ടോ? അപ്പോൾ ആ ഒരു ഇഷ്യൂ, ഡൊക്ലാം ഇഷ്യൂ, അത് കഴിഞ്ഞാൽ 2022 റഷ്യൻ ഇൻവേഷൻ ഓഫ് യുക്രൈൻ, അത് എല്ലാം ഈ പാസേജിൽ പറയുന്നുണ്ട്. അപ്പം ടോപ്പിക്കിൻ്റെ പേരെന്താ? ബ്രിക്സ്. എവിടെയാണ് നടന്നിരിക്കുന്നത്? റഷ്യയിലാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ബാക്കി നോക്കി നമുക്ക് എന്താന്ന്. എ ഫൈനൽ കമ്മ്യൂണിക് ലിസ്റ്റഡ് എ നമ്പർ ഓഫ് പ്രോജക്ട്സ് എയിംഡ് അറ്റ് ഫെസിലിറ്റേറ്റിംഗ് ട്രേഡ് ബിറ്റ്വീൻ ബ്രിക്സ് നേഷൻസ് ഇൻക്ലൂഡിംഗ് ഓൾട്ടർനേറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ടു ദ ഡോളർ. അപ്പോൾ ഡോളറിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടി ഒരു ഓൾട്ടർനേറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഓർ ടൈം ലൈൻസ്. അപ്പോൾ ഇത്രയും പാസേജിനെ ഇപ്പം എന്തൊക്കെയാണ് മനസ്സിലായത്? ആഫ്റ്റർ 5 years ഇന്ത്യ ചൈന ഫേസ് ടു ഫേസ് ഒന്ന് മീറ്റ് ചെയ്തു, കുറേ കൂടെ ബന്ധം നന്നാക്കണമെന്ന് പറഞ്ഞു. പ്ലസ് റഷ്യയിലെ നടന്ന കാരണം അവരെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വെസ്റ്റിന്, ആ ഒരു കാരണം കൂടെ പറഞ്ഞു. ബിക്കോസ് ഓഫ് വിച്ച് വാർ? യുക്രൈൻ വാർ. പിന്നെ ഡോളറിൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ദേ ആർ പ്ലാനിങ് ടു ബിൽഡ് ആൻ ഓൾട്ടർനേറ്റ് പേയ്മെൻറ്റ് ഓൾസോ. ബട്ട് ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഓർത്ത് വെക്കുന്ന പാസേജ് വായിക്കുമ്പോൾ. നൗ just 2 days after New Delhi announced that it had reached a deal with Beijing to resolve 4-year military standoff on their disputed Himalayan frontier, Xi and Modi that they should enhance communication
ആൻഡ് കോഓപ്പറേഷൻ ആൻഡ് എഫക്റ്റീവ് മാനേജ് ഡിഫറൻസസ്. അതാണ് കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞ ഒരു മിലിറ്ററി സ്റ്റാൻഡ് ഓഫ്. ഇനി ബേസിക് സാധനം കിട്ടിയല്ലോ. ഇതാണ് സംതിങ് റിഗാർഡിംഗ് കറണ്ട് അഫയേഴ്സ് ഓഫ് ദിസ് പാസേജ്. നൗ കംസ് എന്താണ് ബ്രിക്സ്? അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ബ്രിക്സ് an idea thought up inside Goldman Sachs 2 decades ago. How many decades ago? 2 decades ago. Describe the growing economic clout of China and other emerging markets is now a group that accounts 45%. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ചോദിക്കാം. The world's population and 35% of the global economy. അപ്പോൾ ചിലപ്പോൾ ഇതും പാസേജ് വരാം. ഫോർമർ ഗോൾഡ്മാൻ സച്ച് എക്കണോമിസ്റ്റ് ജിം ഓനീൽ, ഇയാളാണ് ബ്രിക്ക് എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത്. ഹു കോയിൻഡ് ദ ബ്രിക്ക് ടേം ഇൻ 2001. അപ്പോൾ ഹു കോയിൻ ദ ടേം ബ്രിക്ക് എന്ന് വെച്ചാൽ ജിം ഓനീൽ. അപ്പോൾ ഇത് ഏതൊക്കെയായിരിക്കും? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ഇനി told Reuters that he had little optimism for BRICS club as long as China and India remained so divided. Clear അല്ലേ? അപ്പോൾ ഇതാണ് ഹിസ്റ്റോറിക്കൽ ഓഫ് ബ്രിക്സ്. It seems to me basically to be a symbolic annual gathering where important emerging countries, particularly noisy ones like Russia but also China, can basically get together and highlight how good it is. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? കറണ്ട് അഫയേഴ്സ് പഠിച്ചു ബ്രിക്സിൻ്റെ. ഇപ്പോൾ അവരെന്താ കാണിക്കുന്ന പാസേജിനകത്ത്? സംതിങ് റിഗാർഡിങ് ദ സ്റ്റാറ്റിക് ജി കെ അല്ലെങ്കിൽ തുടക്കം ഓഫ് ബ്രിക്സ്. ആരാണ് കോയിൻ ചെയ്തത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെയാണ് ഇത്രയും പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ ഈസ് ടു ബി പാർട്ട് ഓഫ് സംതിങ് ദാറ്റ് ഡസൻറ്റ് ഇൻവോൾവ് ദ US ആൻഡ് ദാറ്റ് ഗ്ലോബൽ ഗവർണൻസ് ഇസ് ഇൻ ഗുഡ് എനഫ്. Next, the 43-page final communique from the summit ranged from geopolitics, narcotics to artificial intelligence and even the preservation of big cats. Appo expect a question from big cats, but lacked detail on some major issues. It's mentioned Ukraine just once. Appo these are the details of a passage. Kando, something regarding putting scores a BRICS win with rare Z and Modi show of harmony. അപ്പോൾ ശരിക്കും എന്താ ചോദിച്ചത്? ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് അല്ലെങ്കിൽ ഒരു പാസേജ് ഈ പരീക്ഷയ്ക്ക് വെച്ചു. ടോപ്പിക്കിൻ്റെ പേരെന്ത് പറഞ്ഞു? ബ്രിക്സ് എന്ന് പറഞ്ഞു. ആദ്യം കറണ്ട് അഫയേഴ്സിനെ പറ്റി സംസാരിച്ചു, എന്തൊക്കെ നടന്നു എന്ന്. പിന്നെന്താ പറഞ്ഞത്? ഇതാരാണ് കോയിൻ ചെയ്ത, എന്നാ തുടങ്ങിയ, എത്ര കൺട്രീസ് ഉണ്ട്. കണ്ടോ, ഇതാണ് സംതിങ് പാസേജ് റിഗാർഡിങ് ബ്രിക്സ്. നൗ കംസ് എ റിയൽ പാർട്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 1-2 ക്വസ്റ്റ്യൻസ് പാസേജിൻ്റെ അകത്തു നിന്നായിരിക്കും വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാനാണ് ചാൻസ് ഉള്ളത്? ചിലപ്പോൾ ഇതിൻ്റെ ബാക്കി സറൗണ്ടിങ് അല്ലെങ്കിലോ സ്റ്റാറ്റിക് ജി കെ ആയിട്ട് നോക്കാം. അപ്പോൾ പാസേജ് ഒരു ഐഡിയ കിട്ടിയില്ലേ? നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഓൾറെഡി വി ഡിസ്കസ് ദ എങ്ങനെയാണ് ആ പാസേജ് വരുന്നത്, ബ്രിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. ഇനി സി ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡയറക്റ്റ് പാസേജിൽ നിന്ന് ചോദിക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ദ 16th ബ്രിക്സ് അച്ചീവ്ഡ് ദ ഫോളോയിങ്. നമ്മൾ പാസേജ് വായിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്ക്. എ ലോഞ്ച് ഓഫ് ബ്രിക്സ് കറൻസി. പാസേജിൽ എവിടെയെങ്കിലും നമ്മൾ ബ്രിക്സ് കറൻസിയുടെ ലോഞ്ച് പഠിച്ചോ? ഇല്ല. ഡി എസ്കലേഷൻ ഓഫ് റഷ്യൻ യുക്രൈൻ കോൺഫ്ലിക്റ്റ് അവിടെ സംസാരിച്ചോ? ഇല്ല. ഡിപ്ലോമാറ്റിക് ഡയലോഗ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന അത് നമ്മൾ പഠിച്ചില്ലേ? 5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു കുറേ കൂടെ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ ആൻസർ സി ആണോ ഡി ആണോ? ആൻസർ ഈസ് സി. അപ്പോൾ ദിസ് ഈസ് ഹൗ ദേ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഫ്രം പാസേജ്. അപ്പോൾ ദ 16th ബ്രിക്സ് ദാറ്റ് വാസ് ഹെൽഡ് ഇൻ റഷ്യ എന്താണ് നടത്തിയത്? ഇവിടെ ഇതിലുള്ളതിൽ ഡിപ്ലോമാറ്റിക് ഡയലോഗ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ്. അപ്പോൾ 1 ആൻസർ ഈസ് സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ ലെറ്റർ എസ് ഇൻ ബ്രിക്സ് സ്റ്റാൻഡ്സ് ഫോർ? അവിടെ എവിടെയും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സൗദി അറേബ്യ ആണോ, സിംഗപ്പൂർ ആണോ, സൗത്ത് അമേരിക്ക ആണോ, സൗത്ത് ആഫ്രിക്ക ആണോ? ബ്രിക്സ് മീൻസ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബട്ട് ഇൻ ഫ്യൂച്ചർ വേറെ ക്വസ്റ്റ്യൻസ് വരാം. എന്നാണ് ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് നടന്നത്? അങ്ങനെയും ചോദിക്കാം. ഇതിപ്പോൾ നമ്മൾ 16th പഠിച്ചത്. ചിലപ്പോൾ ചോദിക്കാം ഇപ്പോൾ ഹൗ മെനി കൺട്രീസ് ഇൻ ബ്രിക്സ്? ഞാൻ ഫ്യൂച്ചർ കാണിച്ചു തരുവാണ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഇതിലിപ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക 5 ഉള്ളൂ. ബട്ട് നിങ്ങളത് നോക്കണം. ഇതൊക്കെയായിരിക്കും നമ്മളിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ എങ്ങനെ പാസേജ് ഇന്ന് വരാം, പാസേജ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം. ക്ലിയർ അല്ലേ? ഈ വട്ടം നടക്കാൻ പോകുന്ന എവിടെയാണ്? ബ്രിക്സിന് ബാങ്ക് വല്ലതും ഉണ്ടോ? അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടോ? ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താ? 2D സൗത്ത് ആഫ്രിക്ക. സി ദ തേർഡ് വൺ. ദ ഇനീഷ്യേറ്റീവ് ഓഫ് ബിഗ് കാറ്റ്സ്.
നമ്മൾ ആ പാസേജിൽ പഠിച്ചില്ലേ, ബിഗ് കാറ്റ് അലൈൻസ്, അത് റെഫേഴ്സ് ടു വിച്ച് അനിമൽസ്? ലയൺ, ടൈഗർ, ജാഗ്വാർ, ലെപ്പേർഡ്, ലയൺ, ചീത്ത ആൻഡ് സ്നോ ലെപ്പേർഡ്, അതോ ഓൾ ഓഫ് ദി എബോവ്? ശരിക്കും പറഞ്ഞാൽ 7 അനിമൽസ് ആണ് വരുന്നത്. ഏതില്? ബിഗ് കാറ്റിൽ. അപ്പോൾ ലയൺ ഉണ്ട് ബിഗ് കാറ്റിൽ, ടൈഗർ ഉണ്ട്, നമുക്ക് ഇവിടുന്ന് ബാക്കി കിട്ടും, ജാഗ്വാർ വരാം അല്ലേ, പിന്നെ ലെപ്പേർഡ് വരാം, സ്നോ ലെപ്പേർഡ് വരുന്നുണ്ട്. സി, അപ്പോൾ ലയൺ, ടൈഗർ, ജാഗ്വാർ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ദെൻ കംസ് ചീത്ത, ദെൻ കംസ് പൂമ. അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, ദ ഇനീഷ്യേറ്റീവ് ഓഫ് ബിഗ് കാറ്റ് അലൈൻസ് റെഫേഴ്സ് ടു, ഓപ്ഷനിൽ ഏതൊക്കെ ആവാനാ? ലയൺ, ടൈഗർ, ജാഗ്വാർ ഉണ്ടോ? ഉണ്ട്. ടൈഗർ, ജാഗ്വാർ, ലെപ്പേർഡ് ഉണ്ടോ? ഉണ്ട്. ലയൺ, ചീത്ത, സ്നോ ലെപ്പേർഡ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്, കണ്ടോ? അപ്പൊ ടോട്ടൽ എത്ര അനിമൽസ്? 7. ബട്ട് ഓപ്ഷനിൽ ഇപ്പം ആൻസർ ചെയ്ത എല്ലാം ഉണ്ടെങ്കിൽ ഡി അല്ലേ വരുന്നത്, കണ്ടോ? പാസേജിൽ എന്താ പറഞ്ഞത്? ബിഗ് കാറ്റിനെ പറ്റി മാത്രമല്ലേ സംസാരിച്ചേ? ഏതൊക്കെ അനിമൽസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര അനിമൽസ് ഉണ്ടെന്ന് പാസേജിൽ എവിടെയെങ്കിലും നിങ്ങളത് കണ്ടോ? ഇല്ല. അതാണ് എക്സ്ട്രാ നോളേജ്. അത് നിങ്ങൾ വായിച്ചിരിക്കണം. അങ്ങനെയാണ് ക്ലാറ്റിന്റെ GK ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ 3 ആൻസർ ഇസ് ഡി, ഓൾ ഓഫ് ദി എബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. നൗ കംസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഫ്ലെക്ട്സ് എസ് എ ക്രിട്ടിക് ഫ്രം വെസ്റ്റേൺ എക്കണോമിസ്റ്റ്? വെസ്റ്റേൺ എക്കണോമിക്സ് ഇതിൽ ഏതാണ് ഇതൊരു ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ? ഇത് മുമ്പോട്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ വരാം. അതിൽ ബെസ്റ്റ് ആൻസർ ചെയ്ത ബ്രിക്സ് കറൻസി കനോട്ട് ഡിസ്പ്ലേസ് ഡോളർ. വി ഡോണ്ട് നോ, ഫ്യൂച്ചർ പറ്റുമായിരിക്കും. ഏഷ്യൻ എക്കണോമീസ് വിൽ നോട്ട് ഇമ്പാക്ട് വെസ്റ്റേൺ എക്കണോമി. ചൈനീസ് എക്കണോമി നന്നായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇൻഡോ ചൈന കോൺഫ്ലിക്ട് വിൽ ഇമ്പാക്ട് പ്രോഗ്രസ് ഓഫ് ബ്രിക്സ്. അത് അവിടെയും പുള്ളി പറഞ്ഞിട്ടില്ലേ? മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ ചൈന കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ ചിലപ്പോൾ ബ്രിക്സിന് എന്ത് ചെയ്യാം? ഇമ്പാക്ട് ചെയ്യാം. ബിക്കോസ് വലിയ വലിയ എക്കണോമീസ് അല്ലേ. അപ്പൊ 4 കുറെ കൂടെ ആൻസർ ഏതാവാനാ റൈറ്റ്? 4 ആൻസർ ഈസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. നൗ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കി എന്താണ്? ദ എമർജൻസ് ഓഫ് ബ്രിക്സ് സിഗ്നൽസ് വാട്ട്? ബ്രിക്സ് പോലത്തെ ഒരു ഓർഗനൈസേഷൻ വന്നാൽ അതെന്താണ് സിഗ്നൽ ചെയ്യുന്നത്? ഏഷ്യൻ കൺസോളിഡേഷൻ ഓഫ് എക്കണോമിക് പവർ, ഡിമിനിഷിംഗ് യൂറോപ്യൻ ഡോമിനൻസ്, റിവൈവൽ ഓഫ് നോൺ അലൈൻഡ് മൂവ്മെന്റ്, അഥവാ ജിയോ പൊളിറ്റിക്സ് വിത്തൗട്ട് US ഡോമിനൻസ്. ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഇത് നമുക്ക് എന്തായാലും കിട്ടി. ആൻസർ സി നമ്മൾ പഠിച്ചു. ഇവിടെ ആൻസർ ചെയ്ത ദി എമർജൻസ് ഓഫ് ബ്രിക്സ് സിഗ്നൽസ് വാട്ട്? അതിനകത്ത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, വേറെയും കുറച്ച് കൺട്രീസ് ഉണ്ട്. അപ്പൊ US ഇല്ലാതെയും വേണമെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ പറ്റുമെന്നല്ലേ കുറെ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 5 ഇതാവാനല്ലേ കുറെ കൂടെ ചാൻസ് ഉള്ളൂ. എ ജിയോ പൊളിറ്റിക്സ് വിത്തൗട്ട് US ഡോമിനൻസ് വിൽ ബി ദ റൈറ്റ് ആൻസർ അല്ലേ. ഏഷ്യൻ കൺസോൾട്ടേഷൻ എന്ന് പറയാൻ മാത്രം പറ്റത്തില്ല. ബിക്കോസ് ഇതിനകത്ത് ബ്രസീൽ ഏഷ്യയിലാണോ? അല്ല. സൗത്ത് ആഫ്രിക്ക ഏഷ്യയിലാണോ? അല്ല. അപ്പൊ ഇതല്ലേ കുറെ കൂടെ റൈറ്റ് ആവുന്നത്. എ ജിയോ പൊളിറ്റിക്സ് വിത്തൗട്ട് US ഡോമിനൻസ്. നൗ ദ വൺ മോർ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ പാസേജ് ചോദിച്ചത് കണ്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഔട്ട്കം ഓഫ് 16th ബ്രിക്സ്? അപ്പൊ 16th ബ്രിക്സ് സംസാരിച്ചിട്ട് എന്താണ് പുതിയ ഔട്ട്കം കൊണ്ടുവന്നത്? പ്രൊപ്പോസൽ ടു എൻഡ് റഷ്യ യുക്രൈൻ വാർ. എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ കണ്ടോ? ഇല്ല. അപ്പൊ അത് വരത്തില്ല. ടു എക്സ്പാൻഡ് ബ്രിക്സ് ബൈ ഇൻക്ലൂഡിംഗ് സ്കാൻഡിനേവിയൻ കൺട്രീസ്. വാട്ട് യു മീൻ ബൈ സ്കാൻഡിനേവിയൻ കൺട്രീസ്? ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്. എവിടെയെങ്കിലും നമ്മൾ പാസേജിൽ അതിനെ പറ്റി വല്ലതും സംസാരിച്ചിട്ടോ? ഇല്ല. ടു റിക്കഗ്നൈസ് ചൈനീസ് ക്ലെയിം ഓഫ് തൈവാൻ. എവിടെയെങ്കിലും തൈവാന്റെ മുകളിൽ ചൈനയ്ക്ക് ക്ലെയിം ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചോ? ഇല്ല. അപ്പൊ ഇതൊന്നും ഔട്ട്കം ആണോ? അല്ല. അപ്പൊ ആൻസർ എന്താ? റിഡ്യൂസിങ് ടെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഉറപ്പല്ലേ? അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ 5 വർഷങ്ങൾക്ക് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചൊന്ന് സംസാരിച്ചു. അത് കാരണം കുറച്ചെങ്കിലും ടെൻഷൻ ഒന്ന് ഒതുങ്ങി കാണുമല്ലോ. അപ്പൊ വിച്ച് വൺ ഓഫ് ദ ബിലോ ഈസ് എൻ ഔട്ട്കം ഓഫ് 16th ബ്രിക്സ് സമ്മിറ്റ്? ആൻസർ ഈസ് ഡി, റിഡ്യൂസിങ് ടെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. അപ്പൊ സീ ദ പാസേജ് പഠിച്ചു, അതിന്റെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു അത് പഠിച്ചു. പെട്ടെന്ന് ബിഗ് കാറ്റ് കാണുമ്പോൾ തോന്നി എന്തോ പ്രശ്നം വരും, അത് വരെ ഇട്ട് വെച്ചു. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിലോട്ട് വന്നപ്പോൾ എന്താ കണ്ടേ? 2 ക്വസ്റ്റ്യൻ എവിടുന്നാണ് ചോദിച്ചത്? ഡയറക്റ്റ് നമ്മുടെ പാസേജിനാണ് ചോദിച്ചത്. ബാക്കി എങ്ങനെയാണ് ചോദിച്ചത്? പാസേജ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ് സ്റ്റാറ്റിക് GK ആണ് ചോദിച്ചത്. ദിസ് ഈസ് ഹൗ ദേ ആർ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാറ്റ് എക്സാം. ഈ ടോപ്പിക്കിൻ്റെ പേര് വേണമെങ്കിൽ പറയാം കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ്. ചിലപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്,
പോളിറ്റി ലൈക്ക് വുമൻ റിസർവേഷൻ ബിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 അതിൻ്റെയൊക്കെ പാസേജ് ബേസ്ഡ് ഒരു പാസേജ് അവർ തരും. 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും, ബാക്കി സ്റ്റാറ്റിക് GK അല്ലെങ്കിൽ സറൗണ്ടിങ് ക്വസ്റ്റ്യൻസ് നോക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ വെറും പാസേജ് മാത്രം വായിച്ചാൽ കാര്യമുണ്ടോ? ഇല്ല. റീഡിംഗ് ഹാബിറ്റ് വേണം. റീഡിംഗ് ഹാബിറ്റ് പ്ലസ് പാസേജ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ഓൾസോ ഈസ് വെരി വെരി നെസസറി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് ഇവിടെ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഓൾറെഡി ലോങ് ബാച്ച് ആരംഭിക്കാൻ പോകുന്നുണ്ട്. എക്സാം ഡിസംബറിലാണ്. യു ഹാവ് 5 to 6 months ടൈം. നേരാവണ്ണം പഠിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.